ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മളിവിടെ കൊക്കക്കോള വെച്ചുള്ളൊരു ചെറിയ ടെക്നിക്കാണ് നിങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവർക്കും തന്നെ ടു വീലറോ ഫോർ വീലറൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാവരും വണ്ടി കഴുകി കഴിയുമ്പോൾ ടയർ നോക്കുമ്പോൾ അറിയാം, ടയറൊക്കെ ഒരുപാട് ചെളി പിടിച്ച് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കൊക്കക്കോള വെച്ച് എങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു ടെക്നിക്കാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു 1/2 ലിറ്ററെങ്കിലും കൊക്കക്കോള വേണം. അത് നമ്മൾ നല്ല ഫ്രഷ് കൊക്കക്കോള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കപ്പിൽ എടുക്കുക. ഇനി ഇതിൻ്റെ അത് 2 മെത്തേഡാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഡയറക്റ്റായിട്ട് ടയറിൽ അധികം ചെളിയൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൊക്കക്കോള നേരെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ചെയ്യാനുള്ളൊരു ഗണ്ണുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതുപോലത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യാം. അതിങ്ങനെ വെള്ളം ആദ്യം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഒരുപാട് അഴുക്കൊന്നും ഇല്ലെങ്കിൽ കഴുകിയതിന് ശേഷം കൊക്കക്കോള ഡയറക്റ്റായിട്ട് നമുക്കിതുപോലെ ടയറിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ചെളികളൊക്കെ ഒരുമാതിരി ഇളകി വരും. അതിനുശേഷം നമ്മൾ മറ്റൊരു ടെക്നിക്കും കൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. അതിനുമുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന. നിങ്ങൾ ഈ വാച്ച് ചെയ്യുന്ന കുറേ പേര് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ടെക്നിക്ക് ഇതെങ്ങനെയാണെന്ന് നമുക്ക് മൊത്തം ഒന്നുകൂടെ നോക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഇതുപോലെ സമയം എടുത്ത് ശരിക്കും ടയറിലോട്ട് നമ്മുടെ കൊക്കക്കോള അപ്ലൈ ചെയ്യുക. അതിനൊരു കോട്ടൺ വേസ്റ്റോ എന്തെങ്കിലും ഒരു വേസ്റ്റ് തുണി എടുക്കാം. അത് എന്നിട്ട് ടയർ ശരിക്കും ഇതുപോലെ ടൈം എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രമാത്രം അഴുക്കിൻ്റെ അകത്ത് ഇളകി വരുന്നുണ്ട്, പിന്നെ ടയറിൻ്റെ ആ ബ്ലാക്ക് ഷൈൻ അങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അഴുക്കിങ്ങനെ ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതുപോലെ എല്ലാവരും വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം വണ്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഇതുപോലെയൊക്കെ നമ്മുടെ ടയറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു മെത്തേഡ്, നമുക്ക് ഈ കൊക്കക്കോളയ്ക്കകത്ത് ഇപ്പോൾ അഴുക്ക് ഒരുപാട് ഇളകിയില്ലെങ്കിൽ കുറച്ച് കാർ ഷാമ്പു, അതേതെങ്കിലും നിങ്ങളുടെ കാർ ഷാമ്പു കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. ഞാൻ ഇവിടെ 3Mൻ്റെ കാർ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കാർ ഷാമ്പു ഇല്ലാത്തൊരു പരിപാടി ചെയ്താൽ മതി. ഏതെങ്കിലും ഡിഷ് വാഷ് എടുക്കുക, അതിലേക്ക് കൊക്കക്കോള കുറച്ച് അപ്ലൈ ചെയ്യാം. അതിനുശേഷം കൊക്കക്കോള അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊക്കക്കോള മൊത്തം ഒഴിച്ചങ്ങോട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒരു രീതിയിൽ ഒരു ലിക്വിഡാക്കി എടുക്കുക. ഇനി നമുക്ക് ഒന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം എങ്ങനെ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചെളി കൂടുതൽ ഇളകുന്നുണ്ടോ ഒന്നുകൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ വീണ്ടും ടയറിലോട്ട് മൊത്തം അപ്ലൈ ചെയ്യുക. സമയത്ത് ശരിക്കും ഒരു കോട്ടൺ വേസ്റ്റ് എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലൊരു കോട്ടൺ വേസ്റ്റ് ഉണ്ട്. അത് വെച്ച് ഇങ്ങനെ ശരിക്കും ചെളി ആദ്യ ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് ടയറിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് താഴെ നോക്കുക, ചെളിയൊക്കെ നന്നായിട്ട് ഇളകി പോയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടെക്നിക്ക്. നിങ്ങളെ പുതിയൊരു ട്രിക്ക് പരിചയപ്പെടുത്താനായിട്ട് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവരെല്ലാം വീണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിന് ശേഷം ഇത് ഉണങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉണങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉണങ്ങുമ്പോൾ ഇതിൻ്റെ ഷൈൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടയർ ഡ്രസ്സറോ അല്ലെങ്കിൽ ടയർ പോളിഷ് ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഇതുപോലത്തെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് ടയർ നല്ല ബ്ലാക്ക് ഷൈനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ മിഥുൻ. താങ്ക് യു.